ഹലോ ഫ്രണ്ട്സ്, എയർപോർട്ട് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും തന്നെ ആദ്യമായി കാണുന്നെങ്കിൽ എൻ്റെ പേര് ആൻവി. ഞങ്ങളുടെ ചാനലിലെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബേബീസിന് കൊടുക്കാൻ പറ്റുന്ന 2 റൈസ് റെസിപ്പീസാണ്. ഞാൻ എൻ്റെ മോൾക്ക് 8 മാസമായപ്പോഴാണ് ഈ റൈസ് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു സജഷൻ അനുസരിച്ച് ഇതൊരു 6 മന്ത്സ് കഴിഞ്ഞ്, അതായത് 7 മന്ത്സിലോട്ടൊക്കെ കയറി കഴിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫസ്റ്റ് 6 മന്ത്സ്, ആ 1 മന്ത് നമ്മൾ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കണം. അപ്പോൾ അവർക്ക് എപ്പോഴും ടോളറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്യൂരീസ് ആണ് അവർക്ക് എപ്പോഴും നല്ലത്. ചെറിയ ഫ്രൂട്ട്സിൻ്റെയോ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെയോ, അത് അവക്കാഡ, അതുപോലെ തന്നെ ബനാന, ആപ്പിള്, ക്യാരറ്റ്, ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള പ്യൂരി റെസിപ്പീസ് ആയിരിക്കും അവർക്ക് ഫസ്റ്റ് മന്ത് നല്ലത്. അപ്പോൾ കാരണം അവർക്കൊന്ന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കണമല്ലോ. അതുപോലെ തന്നെ ബേബീസിന് കൊടുക്കുന്ന പ്രോഡക്ട്സ് എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണം കൊടുക്കാൻ. ആദ്യം അവർക്കത് അലർജിയോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് വേണം അത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഈ വീഡിയോയിൽ ചെറുജീരകത്തിന്റെ പൊടിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ വെളുത്തുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഇതിടുന്നത്. കാരണം നമ്മൾ ഉപ്പ് കൊടുക്കുന്നില്ല കുഞ്ഞിന്. അത് 1 വയസ്സ് വരെ ഉപ്പ് കൊടുക്കാൻ പാടില്ല ബേബീസിന്. കാരണം അവരുടെ കിഡ്നിക്ക് ഈ ഉപ്പിനെ പ്രോസസ്സ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ ബേബീസിന് അവർക്ക് 1 വയസ്സാകുന്ന വരെ ഉപ്പ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറുപയറും കുറച്ച് അരിയും ഒരു ചെറിയ പീസ് ക്യാരറ്റും പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടെയാണ്. അരിയും ചെറുപയറും കൂടെ ഞാൻ കഴുകിയിട്ട് ഒന്നിച്ചൊരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനത് ക്യാരറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചു എന്ന് മാത്രം. ഇനി ക്യാരറ്റ് നന്നായി കഴുകിയ ശേഷം അതിൻ്റെ തൊലി പീൽ ചെയ്ത് കളയുക. എന്നിട്ട് ഈ ക്യാരറ്റിന് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഒരുപാട് ചെറുതാക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളിത് കുക്കറിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. ക്യാരറ്റ് അരിഞ്ഞിട്ട ശേഷം നമ്മൾ ഇനി ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിടുക. ഇനി ഒരു കുക്കറിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന അരിയും ചെറുപയറും ക്യാരറ്റും വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ചിടുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഞാനൊരു 5 മുതൽ 6 വിസിൽ വരെ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് നമ്മളത് കൂടുതലായിട്ട് വേവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുക്കറിൻ്റെ എയറെല്ലാം പോയി കഴിയുമ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുക. ഇനി ഇത് നിങ്ങൾക്ക് വേണേൽ മാഷ് ചെയ്തോ ഗ്രൈൻഡ് ചെയ്തോ കൊടുക്കാം. ഞാൻ എൻ്റെ മോൾക്ക് ഗ്രൈൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. അവൾക്ക് ഇതിൻ്റെ ഈ ചോറൊന്നും ഇങ്ങനെ വായിലോട്ട് അങ്ങനെ തന്നെ വരുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മാഷ് ചെയ്തോ ഗ്രൈൻഡ് ചെയ്തോ നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത്. ഫസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചൂടോടുകൂടി വിളമ്പാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് സെക്കൻഡ് റെസിപ്പി ചെയ്യാം. അതിനു വേണ്ടി ഒരു കുക്കറിലേക്ക് അരിയും ചെറുപയർ പരിപ്പും കൂടി എടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചീരയാണ്. അത് നിങ്ങൾക്ക് ഏത് ചീര വേണേലും എടുക്കാം. 1-2 ലീവ്സ് എടുത്താൽ മതി. കുട്ടിക്ക് ലൂസ് മോഷനോ അങ്ങനെ എന്തെങ്കിലും ഉള്ള സമയമാണെങ്കിൽ നിങ്ങൾ ചീര കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ബവൽ മൂവ്മെന്റ്സ് ചീര കൂട്ടും. അതുകൊണ്ട് നമ്മൾ ലൂസ് മോഷൻ ഉള്ള സമയത്ത് ഇത് അവോയ്ഡ് ചെയ്യുക. ചീര കുട്ടികൾക്ക് വളരെ ഗുണമുള്ള ഒരു സാധനമാണ്. കാരണം അതിൽ നിറച്ച് ഫൈബറും അതുപോലെ തന്നെ വൈറ്റമിൻസും അതുപോലെ തന്നെ ഒരുപാട് വാട്ടർ കണ്ടന്റും ഉള്ള ഒരു ലീവ്സാണ് ഈ ചീര എന്ന് പറയുന്നത്. ഈ ചീരയുടെ തണ്ട് നിങ്ങൾ കളയണം, ഇല മാത്രം എടുത്താൽ മതി. എന്നിട്ടത് വളരെ ചെറുതായിട്ട് വേണം അരിയാൻ. കാരണം നിങ്ങൾ മാഷ് ചെയ്താൽ കൊടുക്കുന്നതെങ്കിൽ ഈ ഇല ഇങ്ങനെ കുഞ്ഞുകുഞ്ഞായിട്ട് വായിൽ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിന് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രമാത്രം ചെറുതാക്കാവോ അത്രയും ചെറുതായിട്ട് അരിയുക. ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നോ ഇഷ്യൂ. അപ്പോൾ ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന അരിയും ചെറുപയർ പരിപ്പും കൂടെ ഞാൻ കഴുകിയെടുക്കുവാണ്. നന്നായിട്ട് കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക. 2 ഒന്നിച്ചിട്ട് തന്നെയാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ആഡ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ അളവിൽ മാത്രം മതി, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. പിന്നെ ചെറുജീരകത്തിൻ്റെ പൊടിയും, അതും വളരെ കുറച്ച് മതി.
ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 6 to 7 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബേബീസിന് കൊടുക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി ഓവർ കുക്ക് ആകുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ ചോറും ചെറുപയർ പരിപ്പും ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ മാഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കുട്ടിക്ക് എന്താണ് പ്രിഫറൻസ് അങ്ങനെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബുക്സിൽ പറയുന്ന പോലെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 months കഴിഞ്ഞാൽ നമ്മൾ പീച്ചി മാത്രമേ കൊടുക്കാവുള്ളൂ, ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിന് എന്താണോ ഇഷ്ടം, അവരെങ്ങനെയാണോ കഴിക്കുന്നത്, അവർക്ക് വേണ്ട ന്യൂട്രീഷൻ എങ്ങനെയാണോ കിട്ടുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മാഷ് ചെയ്ത് കൊടുക്കേണ്ടതെന്നല്ല ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ ട്രൈ ചെയ്യുക, പക്ഷേ അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഞാൻ എൻ്റെ ബേബിക്ക് ഇത് ഗ്രൈൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിലിരിക്കുന്ന വെള്ളം തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ബേബീസിന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.